അശോക് അങ്കിൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് പോണം. ദേ നോക്ക്, ആ അപ്പാർട്ട്മെൻറ്റിൽ ഓണർ എന്നെ വിളിച്ചോണ്ടിരിക്കുക. ഇതെന്തോ തട്ടിപ്പാ. അശോക് ബാംഗ്ലൂരിൽ വലിയ ബിസിനസ്മാനായിരുന്നു. ശ്രേയയുമായി ബാംഗ്ലൂരിൽ എത്തിയ ശേഖറിന് ഗായത്രിക്കും ഒരു ജീവിതം നൽകി. അവരുടെ വളർച്ചയ്ക്ക് കാരണമായി. സ്വന്തം വളർച്ചയിൽ അന്ധരായിപ്പോയ രണ്ടുപേരും ആദ്യം പിടിച്ചു തള്ളിയത് ശ്രേയയെങ്കിൽ പിന്നെ അശോകിനോടും അവർ നന്ദികേട് കാട്ടിയ കഥ അയാൾ പറഞ്ഞു തീർന്നില്ല. ഞാനിപ്പോൾ ഈ വീട് വിട്ട് പുറത്തു പോവാറില്ല മോളെ. ഇവിടുത്തെ SI മാർട്ടി സാറാ എന്നോട് ഈ കാര്യം പറഞ്ഞത്. മോളുടെ കാര്യം എനിക്കറിയാമല്ലോ. മാർട്ടിനോട് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഇത് നുണയൊന്നുമല്ല. മോള് ആലോചിച്ചിട്ട് മതി. ദൈവം നിനക്ക് കൂടെയാ ശ്രേയ. നിന്റെ വളർത്തു ഡാഡി ശേഖറിന് ഇപ്പോൾ ഉള്ള സ്വത്തിൻ്റെ 4 ഇരട്ടിയാ നിന്റെ സ്വന്തം അച്ഛൻ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് മോളെ. നീ ഭാഗ്യവതിയാ. ഇനി നീ ഫൈറ്റ് ചെയ്തോ നിന്നെ ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത ആ മേഘയോട്. വേണ്ട അങ്കിൾ, എനിക്ക് ആരോടും പകയില്ല, ഫൈറ്റും വേണ്ട. പക്ഷേ എനിക്ക് വന്നയാൾ ഈ അച്ഛൻ ആണെങ്കിലും സ്നേഹിക്കാൻ പറ്റില്ല. എന്നെ ഉപേക്ഷിച്ച അമ്മയോട് പൊറുക്കാനും പറ്റില്ല മോളെ. പിറകിൽ നിന്നും ഒരു വിളി ഉയർത്തി. ശ്രേയ തിരിഞ്ഞു നോക്കി. വേണ്ട, സ്നേഹിക്കണ്ട. അത് തന്നെയാ ഈ എനിക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. മറ്റെന്തും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ കൂടെ മോള് വരണം. അന്നത്തെ എൻ്റെ പ്രായം അതുകൊണ്ടാ അന്ന് ഞാൻ നിന്നെയും നിൻ്റെ അമ്മയെയും സ്വീകരിക്കാഞ്ഞത്. ഇത്രയും വർഷമായിട്ട് എന്തേ ഞാൻ വരാഞ്ഞത് എന്നാകുമല്ലേ ഇപ്പോൾ നീ ഓർക്കുന്നത്. തിരുത്താൻ എനിക്കൊരു അവസരം കിട്ടിയില്ല. അതൊരു രോഗമായിട്ട് എന്നെ പിടികൂടി. എൻ്റെ തെറ്റ് തിരുത്തണമെന്ന ചിന്ത എൻ്റെ ഉള്ളിൽ വന്നത് ഒരിക്കലും എന്നെ വിട്ടുപോകാത്ത രോഗത്തിൻ്റെ വേഷത്തിലാണെന്ന് മാത്രം. മോള് വെറുത്തോ? അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങൾ എൻ്റെ അച്ഛനാണോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും വലിയ തെറ്റാ അമ്മയോടും എന്നോടും ചെയ്തത്. എത്ര സഹിച്ചു. ചില അമ്മമാർ മക്കളെ പോറ്റും. ജീവിതം മുന്നിലൊരു ചോദ്യചിഹ്നമായപ്പോൾ എൻ്റെ അമ്മ എന്നോട് വലിയ തെറ്റ് ചെയ്തു. മഠത്തിലായിരുന്നു. അമ്മയ്ക്ക് ചീത്തപ്പേര് കുറെ കിട്ടിക്കാണും അല്ലേ. നിങ്ങളൊന്ന് സ്വീകരിക്കുന്നെങ്കിൽ അമ്മ മരിച്ചു പോവില്ലായിരുന്നു. പുതിയ ജീവിതം തരാൻ കൊണ്ടുപോയതാ പുതിയ ഡാഡിയും മമ്മിയും. ജീവിതം പച്ച പിടിച്ചപ്പോൾ വന്ന വഴി മറന്നുപോയി. ഉയരാൻ സഹായിച്ചവരെയും ജീവിക്കാൻ കരുത്തു കൊടുത്ത ദൈവത്തെയും മറന്നു രണ്ടുപേരും. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ മാത്രമാ. നിങ്ങളാണ് അതിൻ്റെ തുടക്കക്കാരൻ. അശോക് സാർ പറഞ്ഞിട്ട് SI വിവരം തരുമ്പോൾ നിങ്ങൾ എൻ്റെ അച്ഛനാണെങ്കിലും എത്ര തെളിവ് കൊണ്ടുവന്നാലും ഞാൻ വരില്ല. അത് തന്നെയാ കിട്ടുന്ന ശിക്ഷ. ശ്രേയ വീടിന് പുറത്തേക്ക് പലതും പറഞ്ഞ് പൊട്ടിത്തെറിച്ചിട്ട് ചെന്നു നിന്നു. പാവമായിരുന്നു അവളുടെ അമ്മ കാതറിൽ. ഞാനാ കണ്ണും കയ്യും കാട്ടി മയക്കി അന്നത്തെ നേരം പോക്കായി കണ്ടു. വെറും ആകർഷണം മാത്രം. കാതറിൻ ഗർഭിണിയാണെന്ന് വന്നു പറഞ്ഞപ്പോൾ ഞാൻ ആട്ടി. ഒപ്പം എൻ്റെ അച്ഛൻ പ്രതാപവർമ്മനും. അച്ഛനെയൊപ്പം കൂടി ഞാൻ അവളെ ആട്ടിയിറക്കി. വേറെ ഒരു കുഞ്ഞിനെയും ചുമന്നു വന്നെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ടവള് വീണ്ടും വന്നു നിന്നു. അന്ന് വീണ്ടും എൻ്റെ അച്ഛനാട്ടി. എല്ലാം ഞാൻ കണ്ടു നിന്നു. ആ വരവിലാകും അവൾ എങ്ങനെ ചെയ്തത്. അന്ന് ശ്രേയ കൈക്കുഞ്ഞാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടെന്താ കാര്യം. ശ്രേയ അവൾ അടുക്കുന്ന ലക്ഷണമില്ല. തൽക്കാലം ഗിരിധർ സാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. ശ്രേയയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. കുടിച്ചു ബോധമില്ലാതെ എൻ്റെ മോള് വഴിയിൽ ആ ഘട്ടത്തിലേക്ക് എത്തിച്ചത് ഞാനല്ലേ. അല്ലെങ്കിൽ രാജകുമാരിയെ പോലെയാ അവൾ വളർന്നു വന്നിരിക. അവളെക്കുറിച്ചറിഞ്ഞപ്പോൾ അവളെയും കൊണ്ട് പോകും എന്നുറപ്പിച്ചാ ഞാൻ വന്നത്. ഞാൻ പോയാൽ എൻ്റെ മോള് അവൾ എങ്ങോട്ടേക്ക് പോകും. ഞാൻ ഇവിടെ തന്നെ കാണും അശോകേ. അതിനു മുന്നേ എനിക്ക് അവളെയൊന്ന് കാണണം, ആ മേഘയെ. പിന്നെ ആ ശേഖർ, ഗായത്രി. അവളെയും കണ്ട് രണ്ട് പറഞ്ഞിട്ടേ ഈ ഗരി പോകൂ. ഇറങ്ങുന്നേരം ഗിരിധർ ശ്രേയയുടെ അടുത്തേക്ക് ചെന്നു. ഈ ഭൂമിയിൽ അധികം നാളില്ല ഇനി. അതിനു മുന്നേ നിന്നോടൊരുമിച്ച് നമ്മുടെ വീട്ടിൽ നിന്റെ കല്യാണം കാണണം. അതാണ് എൻ്റെ ആഗ്രഹം.
അത് നടത്തിത്തരാൻ പറ്റുമോ എങ്കിൽ മോള് ഒന്നാലോചിക്ക്. അശോക് അങ്കിൾ ശ്രേയയെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ ഇറക്കി വിടുമ്പോൾ ആ പരിസരത്ത് സിത്തുവും ഋഷിയും ഉണ്ടായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി ശ്രേയ സിത്തുവിനെയും ഋഷിയെയും കണ്ടു. ഇനി എന്താ നിന്റെ തീരുമാനം മോളെ? അയാൾ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞില്ലേ? എല്ലാം നിന്റെ ഡാഡി ശേഖറിന്റെ കളിയാകുമല്ലോ. അവനെന്താ ഇത്തിരി പോന്ന ഈ പെണ്ണിനോട് ഇത്ര വെറുപ്പ്? എല്ലാം മേഘയുടെ താളത്തിനൊത്ത് തുള്ളുന്നതാവും. സാരമില്ല അങ്കിളെ, സാധനങ്ങൾ കൊണ്ട് 1-2 ദിവസം സെൽവണ്ണന്റെ വീട്ടിലേക്ക് പോകാം. എൻ്റെ പൊന്നു ശ്രേയ, ആ വീട്ടിലോ? ഇത് നിന്റെ അച്ഛൻ അറിയണ്ട. എൻ്റെ വീട്ടിൽ തങ്ങാമല്ലോ. അത് വേണ്ട അങ്കിളെ. പിന്നെ ആ മനുഷ്യനെ പറ്റി ഇനി അച്ഛൻ വന്ന് പറയണ്ട. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ ഗിരിധർ ഇനിയും വരും. നീ വിശ്വസിക്കാൻ പാകത്തിനുള്ള തെളിവുകൾ കൊണ്ട്. എനിക്കറിയാം, നിനക്കുറപ്പുണ്ട് അത് നിന്റെ അച്ഛൻ തന്നെയാണ്. എന്തൊരു സാമ്യം! ആ അച്ഛൻ്റെ കണ്ണുകൾ വരെയുണ്ട് നിനക്ക്. വളരെ കൃത്യമായിട്ട് നിനക്കത് തോന്നിയല്ലോ മോളെ. ശ്രേയ മിണ്ടിയില്ല. എടാ ശ്രേയ, ഇതാരുടെ കാറിൽ വന്നിറങ്ങുന്നേ? ആരാ ആ കിളവൻ? രാവിലെ തന്നെ ഇവൾ ഈ കിളവൻ്റെ കൂടെ വണ്ടി പോലും എടുക്കാണ്ട് കാറിൽ കയറിയതെങ്ങോട്ട് പോയേ? ഋഷി ശ്രേയയെയും അശോക് അങ്കിളും സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് ചോദിച്ചു. അവരേതോ കാര്യമായിട്ടുള്ള സംസാരമാണ്. നമുക്ക് അങ്ങോട്ട് പോണ്ട, വെയിറ്റിംഗ് ചെയ്യാം. അതെ, ആ കോളനിയിലേക്ക് പോകുന്ന കാര്യം ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ? അങ്കിളെ, കോളനി എന്ന് പുച്ഛിച്ച് തള്ളരുത്. വീടിൻ്റെ വലുപ്പം കുറവാ, എല്ലാ സൗകര്യങ്ങളും കുറവാണെന്ന് കാണും. പക്ഷേ അവർക്കൊക്കെ വലിയ മനസ്സാ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനസ്സ്. ഈ സ്ഥലം ഏർപ്പാടാക്കി തന്നത് അണ്ണനാ. ഇത് പോകുമ്പോൾ എനിക്ക് അണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി വേറൊരു സ്ഥലം അതെനിക്ക് അണ്ണൻ റെഡിയാക്കി തരും. ഗിരിധർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം മോളെ? അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൂടി മാനിച്ച് മോൾക്ക് അങ്ങോട്ട് പോയിക്കൂടെ? അങ്കിളെ, ഞാൻ പോട്ടെ. അവളൊന്നും പറയാതെ നടന്നു. അങ്കിളിൻ്റെ അടുത്ത് നിന്നും പോകുമ്പോൾ ശ്രേയയുടെ മനസ്സ് ശൂന്യമായിരുന്നു. ഇനി ഇതൊക്കെ വാരിപ്പുറക്കി വീണ്ടും അങ്ങോട്ട്. ശ്രേയക്ക് വിഷമം തോന്നി. രാവിലെ തന്നെ ശ്രേയ എവിടെ പോയി? വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താ? സിത്തു വട്ടം ചാടിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ശ്രേയ, ഇതുപോലൊരു പേടി അന്ന് പേടിച്ചതാ. ആളെ ടെൻഷനാക്കിയല്ലോ താൻ. ഋഷിയും ഒപ്പം ചോദിച്ചു. അതാരാ ആ ആള്? അയാളുടെ കൂടെയാണല്ലോ പോയത്. എങ്ങോട്ടായിരുന്നു? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതെന്ത്? ഞാൻ ചെല്ലട്ടെ? പോകാനുള്ളതല്ലേ. നമുക്ക് ഓണറോട് പറഞ്ഞു ശരിയാക്കാം. ഇനി ആരൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല സിത്തു. അയാൾ ഇനി കേൾക്കില്ല. അയാൾക്ക് കിട്ടേണ്ടത് കിട്ടിക്കാണും. ഞാൻ അണ്ണൻ്റെ അടുത്തേക്ക് പോകുക. മേഘയാണോ ഇതിൻ്റെയൊക്കെ പിറകിൽ ശ്രേയെ? സിത്തു ഓപ്പണായി ചോദിച്ചു. എന്നെ ഉപദ്രവിക്കാൻ മാത്രമേ അവൾ പഠിച്ചിട്ടുള്ളൂ. ജോലിയും കിടക്കാനുള്ള ഇടവും കളഞ്ഞെന്നെ തെരുവിലേക്ക് ഇറക്കണം. അതാണ് എൻ്റെ ഫാമിലിയിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാരാ ഇപ്പോൾ കൊണ്ടുവിട്ടയാൾ? അശോക് അങ്കിൾ. ആ, അറിയാം. താൻ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഡാഡിയെ കരകയറ്റിയ ആ നല്ല മനുഷ്യൻ. സിത്തു പറഞ്ഞു. എന്തിനാ കൊണ്ടുപോയത്? ഒരാളെ കാണിക്കാൻ കൊണ്ടുപോയതാണ് സിത്തു. ആരെ? എന്നെ തേടി എൻ്റെ അച്ഛൻ വന്നിരിക്കുന്നു. ഹാപ്പി ന്യൂസ് ആണല്ലോ. എന്നിട്ട് നിനക്കെന്താ ഒരു സാധ്യതമില്ലാത്ത നിൽപ്പാണല്ലോ? പക്ഷേ ഞാൻ പോവില്ല. ആ മനുഷ്യൻ്റെ കൂടെ ഞാൻ പോവില്ല. ജന്മം തന്നിട്ട് വലിച്ചെറിഞ്ഞ മനുഷ്യൻ്റെ കൂടെ മകളുടെ സ്നേഹം നൽകി കൂട്ടിരിക്കാൻ ഞാൻ പോവില്ല. ഇപ്പോൾ മോളെ വേണം പോലും. മരിക്കുന്നതിന് മുമ്പ് ഞാൻ അടുത്തു വേണം പോലും. എൻ്റെ അമ്മയും അച്ഛനും എന്നോട് തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വളർത്താനും സംരക്ഷണം നൽകാനുമുള്ള മനസ്സ് ഇരുവരും കാണിച്ചില്ല. എങ്ങനെ പോകും ഞാൻ? തെരുവിലായാലും സാരമില്ല. മേഘ സന്തോഷിക്കട്ടെ. എന്നാലും ഞാൻ പോവില്ല. ശ്രേയ രോക്ഷത്തോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് മുറിയിലേക്ക് കയറിപ്പോയി. അണ്ണനെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ മുതലാളിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ശ്രേയ ഇനി തനിക്ക് കിട്ടുന്ന ഒരു ഔദാര്യം വേണ്ടെന്ന് വെച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി. അശോക് സാർ ബീച്ച് റിസോർട്ടിലെ ഉദ്യാനത്തിന് മുന്നിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പിന്തിരിഞ്ഞു നിന്നിരുന്ന മനുഷ്യനോട് സിത്തു ചോദിച്ചു. സിത്തുവിൻ്റെ വിളി കേട്ടിട്ട് അശോക് സാർ തിരിഞ്ഞു. ആ, ഇത് തന്നെ അന്ന് നമ്മൾ കണ്ട മനുഷ്യൻ.
കാറിൽ നിന്നും ഇറങ്ങി ശ്രേയയോട് സംസാരിക്കുമ്പോൾ ഇങ്ങേരെ ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഋഷി അശോക് സാർ കേൾക്കാതെ സിത്തുവിനോട് പിറുപിറുത്തു. ഡാ മിണ്ടാതിരിയിൽ, സാർ കാണണമെന്ന് പറഞ്ഞത്. ശ്രേയയുടെ ഫ്രണ്ട്സ് ആണല്ലോ. ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ വന്നിരുന്നു. മിസ്റ്റർ സിത്തു ജോലിക്ക് പോയെന്ന് നെയ്ബർ പറഞ്ഞു. അതെ സാർ, ഇവന് മുറിയിൽ ഉണ്ടായിരുന്നില്ല, ഋഷിയെ ചൂണ്ടി സിത്തു പറഞ്ഞു. ഞങ്ങൾക്ക് സാറിനെ അറിയാം, ശ്രേയ പറഞ്ഞിട്ട്. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. നിന്നെപ്പറ്റി അവൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതിന് ഞങ്ങൾക്കധികം കാലത്തെ പരിചയമൊന്നുമില്ല ശ്രേയയോട്. ഒരു വഴിയരികിൽ തുടങ്ങിയ ബന്ധം. ഋഷി ഇടയ്ക്ക് കയറി. 1 മിനിറ്റ്. അശോക് സാർ വന്ന കോൾ അറ്റൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് പറഞ്ഞു. ഡാ, നീ എന്തിനാ അശോക് സാറിനോട് അധികം കാലത്തെ പരിചയം ഇല്ലെന്ന് പറഞ്ഞത്? അങ്ങനെ പ്രത്യേകമായിട്ട് അധിക കാലത്തെ പരിചയമില്ലെന്ന് എടുത്തു പറയേണ്ട ആവശ്യം എന്താ? എടാ സിത്തു, ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ചില സമയത്ത് ബുദ്ധി വർക്കൗട്ട് ആവൂലാന്ന്. ചിലപ്പോൾ ഈ സാർ നമ്മളെ വിളിച്ച് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും പണി തരാനായിട്ടാണെങ്കിലോ? വേണ്ടാത്തതൊന്നും തലയിൽ വെക്കേണ്ട മോനെ സിത്തു. ശ്രേയയുമായി ബന്ധപ്പെട്ട എന്താ കുരിശ്? സിത്തു ചോദിച്ചു. പെട്ടെന്ന് അശോക് സാർ കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞു. ഹാ, ഞാൻ വിളിച്ചത് ശ്രേയയെക്കുറിച്ച് ഒരു കാര്യം പറയാനായിട്ടാണ്. എന്താ സാർ? അറിഞ്ഞു കാണുമല്ലോ ശ്രേയയുടെ ഡാഡി വന്ന വാർത്ത. പക്ഷേ അദ്ദേഹത്തിന് അവൾക്ക് അംഗീകരിക്കാനാകുന്നില്ല. ഞാൻ പോയിരുന്നു അവിടേക്ക്. ഇൻസ്പെക്ടർ അന്വേഷിച്ചു. അത് അവളുടെ ഡാഡി തന്നെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവളുടെ അമ്മയുടെയും ഫോട്ടോയുമുണ്ട്. തമിഴ്നാട്ടിലെ ഉഗ്രാമത്തിൽ ഏതോ ഒരമ്പലത്തിൽ കല്യാണം കഴിച്ചപ്പോൾ എടുത്ത പഴയൊരു ഫോട്ടോ. അതെവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്തു. പിന്നെ ശേഖർ ട്രെയിൻ തട്ടി വീണ ഖാദറിൻ്റെ ബോഡി നേരിൽ കണ്ടതുമാണല്ലോ. അവർ വഴിയിൽ അന്വേഷണം നടത്തി. ആ ഫോട്ടോയിലെ ഗിരിധറിൻ്റെ ഭാര്യയും ട്രെയിനിന് മുന്നിൽ ചാടിയ ആ സ്ത്രീയും ഒന്ന് തന്നെ. അജ്ഞാത മൃതദേഹങ്ങളുടെ കണക്കിൽ ആ ഡേറ്റ് ഫയലിൽ ഖാദറിൻ്റെ ഫോട്ടോയുണ്ട്. ആ ദിവസമാണ് ശ്രേയ അവളുടെ ബർത്ത്ഡേയായി ആഘോഷിക്കുന്നത്. ശേഖറിനും വൈഫിനും ശ്രേയയും കിട്ടിയ ദിവസം. അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഇതൊക്കെ ഞാൻ ശ്രേയയോട് വെളിപ്പെടുത്തി. അവൾ അടുക്കുന്ന ലക്ഷണമില്ല. നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം. ഗിരിധറിൻ്റെ അമ്മയെന്ന് വിളിച്ചിരുന്ന ശ്രേയ വരാൻ നിങ്ങളോട് സഹായം ചോദിച്ചത് അവരാണ്. അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ. അത് പിന്നെ സാർ, ഞങ്ങൾ പറഞ്ഞാൽ അവൾ കേൾക്കുമോ? അവൾക്ക് അവളുടേതായ ശരികളില്ലേ സാർ? ഉണ്ടാകും. ശരി, കുറച്ച് നാളെങ്കിലും കൂടെ വരാനാണ് അവർ പറയുന്നത്. ആ സന്തോഷം കണ്ടിട്ട് മരിക്കാൻ. ഓക്കെ സാർ, ഞാൻ ശ്രേയയെ ചെന്ന് കാണാം, സിത്തു പറഞ്ഞു. അന്ന് സന്തോഷത്തോടെ അശോക് സാർ പിരിഞ്ഞു. പിറ്റേന്ന് സിത്തുവും ഋഷിയും ശ്രേയയെ കാണാൻ സെൽവണ്ണൻ്റെ വീട്ടിൽ ചെല്ലുകയുണ്ടായി. ശ്രേയയ്ക്ക് ഒന്നും തലയിൽ കയറുന്നില്ല. ആ മനുഷ്യന് വിടാതെ തന്നെ പിന്തുടർന്നു വന്നു. കേണു ചോദിക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ലേ? സിത്തു എന്നു തൊട്ടാണ് അവരുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കാൻ തുടങ്ങിയത്. ഓഹോ, അങ്ങനെ ചിന്തിക്കല്ലേ. ശ്രേയയെ അവോയ്ഡ് ചെയ്തവരോടല്ലേ സിത്തുവിന് താല്പര്യം? ശ്രേയ, നീ വേറെന്തോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി. എടോ, അതിനു ശേഷം ഞാൻ മേഘയെ കണ്ടിട്ട് പോലുമില്ല. പിന്നെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതെന്തിനാ എന്നോട് പറയുന്നത് സിത്തു? ഹോ, എടാ ഋഷി, ഇവളോടൊന്ന് സംസാരിക്ക്. എനിക്ക് വയ്യ. സിത്തു നീങ്ങി നിന്നു. എൻ്റെ ശ്രേയെ, ഒന്നാലോചിച്ച് നോക്ക്. ഇതൊരവസരമായി കണക്കാക്ക് എങ്കിൽ. അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ആ മേഘയുടെ മുന്നിൽ നെളിയാമല്ലോ. ശ്രേയ, നിന്റെ അച്ഛൻ നിസ്സാരക്കാരനല്ല. ഓഹോ, അപ്പോൾ അവളെ തോൽപ്പിക്കാൻ ഞാൻ കൂടെ പോകണമെന്നാണ്? അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ വിഷമത്തിന് യാതൊരു വിലയുമില്ലേ? എൻ്റെ അക്ക ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, ഋഷി ശാലിനിയോട് പറഞ്ഞു. ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ മനസ്സിലാവേണ്ടേ ശ്രേയക്ക്? അക്ക നിസ്സഹായയെപ്പോലെ പറഞ്ഞു. പെട്ടെന്നുള്ള ഒരാൾ വരിക, മോളാണ് പറയുക. എന്തൊക്കെയാ സിത്തു, ഒന്നും തോന്നുന്നില്ലേ? പോകാതിരിക്കാൻ ശ്രേയ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നതാണ്. എന്തിനാ ശ്രേയ ഭാഗ്യം കൺമുന്നിൽ വന്നിട്ട് വലിച്ചെറിഞ്ഞു കളയുന്നത്? എല്ലാ തെളിവും കൊണ്ട് നിന്റെ അച്ഛൻ വന്നത്. ഇനി കൂടെ പോയി ആഗ്രഹം സാധിച്ചു കൊടുക്ക്. സിത്തു പറഞ്ഞത് ശ്രേയയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ്റെ ആഗ്രഹം ഈ മകളുടെ കഴുത്തിൽ താലി വീഴുക എന്നതാണ്. അതായത് ഞാൻ വിവാഹം കഴിക്കുക എന്നത്. അപ്പോൾ സിത്തുവിന് ഒത്തിരി വിഷമം പോലുമില്ലേ?
ഹേയ്, ഞാനെന്തിനീ ഇങ്ങനെ ചിന്തിക്കുന്നത്? സിത്തുവിൻ്റെ മനസ്സ് സിത്തു അന്ന് തുറന്നതാണല്ലോ. ഞാൻ പോയാൽ സിത്തുവിന് ഒന്നുമില്ലേ? ഒരു തരി പോലും മിസ് ചെയ്യില്ല? ശ്രേയ മനസ്സിടറിക്കൊണ്ട് ഓർത്തു.